ഹായ്, എന്റെ പേര് മീനാക്ഷി. ഞാൻ കൊല്ലം പാറ്റർണ നാഷണൽ കോളേജിൽ നിന്നാണ് എന്റെ ബികോം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഞാൻ അവിടുത്തെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ചാപ്റ്ററിൽ CMA ഇന്ത്യക്ക് ജോയിൻ ചെയ്തു. 2 ഗ്രൂപ്പ് ഇന്റർനുള്ളതിൽ ഒരു ഗ്രൂപ്പ് ഞാൻ അറ്റൻഡ് ചെയ്തു. പേപ്പർ പെൻഡിങ് ഇല്ലാതെ ടൈം ബൗണ്ട് ആയിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ് പറ്റി. ഇപ്പൊ ഞാൻ അതിന്റെ ഗ്രൂപ്പ് 2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. കൊമേഴ്സ് ഓപ്റ്റ് ചെയ്യാൻ കാര്യമല്ല. എന്റെ കൊച്ചിലെ മുതലുള്ള ആഗ്രഹമായിരുന്നു കൊമേഴ്സ് ഫീൽഡിലേക്ക് പോകണം. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണം എന്നാണ് ആഗ്രഹം. മിനിമം സാലറി പാക്കേജ് ഒക്കെ എങ്ങനെയായിരുന്നു? CMA കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് ആനുവലി ഒരു 12 lakh. ചാപ്റ്റർ ഓപ്റ്റ് ചെയ്യാനുള്ള കാര്യം കൊമേഴ്സ് ഫീൽഡ് വരുമ്പോൾ തന്നെ CMA കുറിച്ച് തിരക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടെ ഉറപ്പിച്ചത് CMAയിലോട്ട് തന്നെ പോകും. അങ്ങനെ നമ്മൾ കൊല്ലത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ലത് ഏതാണെന്നും തിരക്കിയപ്പോൾ ചാപ്റ്റർ ആണ് ആദ്യം മനസ്സിലേക്ക് വന്നത്. പിന്നെ ചാപ്റ്ററിൽ ഞാൻ വരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും ക്ലാസ് ഒക്കെ, ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയായിരിക്കും. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം മൈൻഡ് നല്ല ഫ്രീ ആയി. കാര്യം ഞാൻ മനസ്സിൽ വിചാരിച്ചതിനേക്കാൾ സൂപ്പർ ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരുന്നു. കാരണം വെച്ചാൽ നിങ്ങൾ ഡൗട്ടൊക്കെ ചോദിക്കുമ്പോൾ എന്ത് ഡൗട്ടും നമുക്ക് എപ്പോ വേണമെങ്കിലും ചോദിക്കാം. ഫ്രീ ആയിട്ട് നമ്മുടെ ഡൗട്ട്സ് ഒക്കെ അവര് ഫ്രീ ആണെങ്കിൽ അവർ ഉറപ്പായിട്ട് അപ്പൊ തന്നെ പറഞ്ഞുതരും. അതല്ലെങ്കിൽ അധികം വൈകാതെ തന്നെ ആ ഡൗട്ട്സിനുള്ള ആൻസേഴ്സ് തരും. ഇവിടെ കോർഡിനേറ്റേഴ്സ് ആയാലും മോൻസാർ ആയാലും ഫുൾ സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യത്തിലും. CMA എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതുവരെ എഴുതിയ ബികോം എക്സാമിൽ നിന്നും ഭയങ്കര വ്യത്യാസമുള്ള ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ്, എങ്ങനെയായിരിക്കും ഒന്നും അറിയത്തില്ല. കിട്ടുമോ, പാസ്സാവുമോ, പാസ് പെർസെന്റേജ് CMAക്ക് കുറച്ച് കുറവായതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷൻ. ഇപ്പൊ സ്റ്റഡി ലീവിന്റെ ഒക്കെ